താമരശ്ശേരിയിൽ KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും മർദ്ദനം. മിന്നൽ ബസ്സിലെ ഡ്രൈവർ തോംസൺ പോൾ, കണ്ടക്ടർ KB ബൈജു എന്നിവരെയാണ് മർദ്ദിച്ചത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള KSRTCയുടെ മിന്നൽ ബസ് സർവീസാണിത്. ചുരമിറങ്ങി ഈ ബസ് താമരശ്ശേരി കൈതപ്പൊയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു KSRTC ബസ്. അതിനിടയിൽ ഓപ്പോസിറ്റ് വന്ന ഒരു സ്കൂട്ടർ അത് ഈ ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ച് നിർത്തിയിടുന്നു. തുടർന്ന് ഈ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ ഒരു യുവാവ് ഈ ബസ്സിനടുത്തേക്ക് എത്തുകയും ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറക്കുകയും ശേഷം ഈ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഹെൽമറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഡ്രൈവറായ തോംസൺ പോളിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ഇത് തടയാൻ ചെന്ന കണ്ടക്ടർ KB ബൈജുവിനെ ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളും മർദ്ദിച്ചിട്ടുണ്ട്. പിന്നാലെ അതിനുശേഷം അവിടേക്ക് ഒരു 5 പേർ കൂടി എത്തുന്നുണ്ട്. ഇവരും ഈ കണ്ടക്ടറെയും ഡ്രൈവറെയും മർദ്ദിച്ചിട്ടുണ്ട്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി ഈ ബസ് അശ്രദ്ധമായാണ് ഓടിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യം ഈ ഡ്രൈവറും കണ്ടക്ടറും നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അശ്രദ്ധമായ ഡ്രൈവിംഗ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡ്രൈവറും കണ്ടക്ടറും പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ, ഈ ആക്രമണത്തിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. ഇവർ നൽകിയ പരാതിയിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 7 പേർക്കെതിരെയാണ് കേസ്. ഈ മർദ്ദനത്തിന് ഇരയായത് സർക്കാർ ജോലിയിലുള്ളവരാണ്. അതിനാൽ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ സംഭവത്തിന് പിന്നാലെ ഈ ബസ്സിൻ്റെ ട്രിപ്പും മുടങ്ങിയിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ്സാണ്. ഇവർ പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലേക്കാണ് വിവരങ്ങൾ നൽകിയത്.